ഇതിപ്പോ അമ്മ എങ്ങനെയെങ്കിലും അറിയാനിടേണ്ടല്ലോ ഏട്ടാ. ഇപ്പൊ തന്നെ എല്ലാം അറിഞ്ഞു വെച്ച് നാളെ അത് മുടക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുമായിട്ടാണോ അമ്മ പോയിരിക്കുന്നെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഏയ്, അമ്മ അറിയാൻ യാതൊരു ചാൻസും ഇല്ല. ഇനി അഥവാ അറിഞ്ഞാലും അമ്മ വിചാരിച്ചാൽ അത് മുടങ്ങില്ല. സത്യ, ഞാനും അനുവും താലി കെട്ടി ഒന്നാകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അമ്മ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. സോനയെ ഇപ്പൊ വിളിച്ചത് അമ്മയാ. എന്താ സോന അമ്മ ചോദിച്ചത്? അമ്മ ഇപ്പൊ എവിടെയാ ഉള്ളത്? എവിടെയാണെന്ന് പറഞ്ഞില്ല. ഏട്ടന്റെ അടുത്ത പ്ലാൻ എന്താന്ന് അറിയാനാ അമ്മ വിളിച്ചത്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാൻ പേടിക്കണ്ട, സോന ഒരു സൂചനയും കൊടുത്തിട്ടില്ല, അതുറപ്പാ. പക്ഷേ ഇന്ദ്രേട്ടൻ ഏട്ടത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നുള്ള ടെൻഷൻ അമ്മയ്ക്കുണ്ട്. അത് തടയാനായിട്ട് അമ്മ എന്തും ചെയ്യും. എങ്കിലും ഒരു കാര്യം ഉറപ്പാ, അമ്മ ഇപ്പോൾ ഉള്ളത് ഹർഷയുടെ അടുത്തായിരിക്കും. അനുവും ഞാനും ഒന്നാവാതിരിക്കാനുള്ള അവസാന ഗൂഢാലോചന നടക്കുമായിരിക്കും അവിടെ. ഒരു കണക്കിന് അമ്മ അതിനുവേണ്ടി പോയത് നന്നായി. നമുക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയല്ലോ. പിന്നെ ഞാൻ അനുവിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ അമ്മ തന്ത്രങ്ങൾ മെനഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അനുവുമായിട്ട് ഇവിടെ എത്തിയിരിക്കും. അപ്പോ ഏട്ടൻ ഏട്ടത്തെ താലിയിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുമോ? പിന്നല്ലാതെ, എന്റെ ഭാര്യയും മോനെയും ഞാൻ ഇവിടേക്കല്ലേ കൊണ്ടുവരേണ്ടത്. അത് ഞാൻ വിചാരിച്ചത് അമ്മയെ പേടിച്ചിന്ദ്രേട്ടൻ ഏട്ടത്തിയുടെ വീട്ടിലായിരിക്കും താമസിക്കാന്നാ. ഇനി ഇന്ദ്രേട്ടൻ അമ്മയെ പേടിക്കുകയാണെങ്കിലേ ഈ കല്യാണം കൊണ്ട് വല്ല കാര്യമുണ്ടോ സോനെ? ഇപ്പോഴാണ് ഇന്ദ്രേട്ടനും എടുത്തിയും ഇനി ഒരിക്കലും പിരിയില്ലെന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ ഇവിടെ തന്നെ ജീവിക്കണം ഇന്ദ്രേട്ടാ. നമ്മുടെ അമ്മയുടെ കൺമുന്നിൽ വെച്ച് ഏട്ടൻ എടുത്തിയും മോനെയും ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കണം. അതായിരിക്കണം അവരോടുള്ള ഏട്ടന്റെ പ്രായശ്ചിത്തം. നമ്മുടെ അമ്മയ്ക്കുള്ള തിരിച്ചടിയും അത് തന്നെയായിരിക്കും. പരമാവധി പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ നോക്കും സത്യ. ബാക്കിയൊക്കെ അമ്മയുടെ നിലപാട് പോലെ ഇരിക്കും. എന്തായാലും നിങ്ങളെല്ലാവരും അമ്മയെ അറിയാതെ ഞങ്ങളുടെ താലികെട്ടി പങ്കെടുക്കണം. അമ്മയെല്ലാം കഴിഞ്ഞ ശേഷം അറിഞ്ഞാൽ മതി. അയ്യോ, അമ്മ അറിയാതെ ഞാൻ വരില്ല ഇന്ദ്രേട്ടാ. അത് പിന്നെ വലിയ പ്രശ്നമോ? എന്ത് പ്രശ്നം? ഞാൻ എന്തായാലും പങ്കെടുക്കും. നീയും എന്റെ കൂടെ വന്നേ പറ്റൂ. സത്യേട്ടാ, എന്നെയും കൊണ്ടുപോണേ. ഇന്ദ്രേട്ടന്റെയും അനുചേച്ചരെയും താലികെട്ട് എനിക്കും കൂടി കാണണം. ആഹാ, നോക്കാം. അല്ല, നാളത്തെ ചടങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാട്ടാ? അതൊക്കെ അച്ഛൻ പറഞ്ഞ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എനിക്കുള്ള ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു. അനുപമയ്ക്കുള്ള ഡ്രസ്സ് രഘുവും ദാസങ്ങളും പഞ്ചരത്നത്തിൽ ഇപ്പം എത്തിച്ചു കാണും.